സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അസുഖബാധിതയായി കഴിയുന്ന സിയ ഫാത്തിമയെ ഓൺലൈൻ വഴി പങ്കെടുപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിന് നന്ദി അറിയിച്ച് പടന്ന MRVHS വിദ്യാർത്ഥികൾ മൈതാനത്ത് ചേർന്ന് നിന്ന് നന്ദി എന്ന വാക്ക് കുറിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാർത്ഥികൾ മൈതാനത്ത് ചേർന്ന് നിന്നുകൊണ്ട് സിയ ഫാത്തിമയെ പങ്കെടുപ്പിച്ച സംസ്ഥാന സർക്കാരിന് നന്ദി അറിയിക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അസുഖബാധിതയായി കഴിയുന്ന സിയ ഫാത്തിമയെ എല്ലാ ചട്ടങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ്, ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുപ്പിച്ചത്. സംസ്ഥാന കലോത്സവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വം നിറഞ്ഞ ഏടുകളിൽ ഒന്നുകൂടിയായിരുന്നു ആ കാഴ്ച. സിജു കണ്ണൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സിജു, കലോത്സവം എന്ന് പറയുന്നത് ഈ മത്സരങ്ങളുടെയും ആഘോഷങ്ങളുടെയും മാത്രം കാഴ്ചയല്ല. ഇത്തരത്തിൽ നന്മ നിറഞ്ഞ മനുഷ്യത്വമുള്ള ഇതുപോലുള്ള കാഴ്ചകളും ഉണ്ട് എന്ന് നമ്മളോട് പറയുകയായിരുന്നു സിയ ഫാത്തിമ എന്ന മിടുക്കിയും സംസ്ഥാന സർക്കാരിന്റെ ആ കുട്ടിക്ക് വേണ്ടിയുള്ള ഇടപെടലും. ഇന്നിപ്പോഴിതാ വിദ്യാർത്ഥികൾ ചേർന്ന് അതിന് സംസ്ഥാന സർക്കാരിനോട് നന്ദി പറയുന്നു, അല്ലേ? ഹൃദയത്തോട് ചേർന്ന് നിന്ന് നന്ദി പറയുകയാണ് കാസർഗോഡ് പടന്നയിലെ വിദ്യാർത്ഥികൾ. അസുഖബാധിതയായി കഴിയുന്ന സിയ ഫാത്തിമയെ ഓൺലൈൻ വഴി തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത് ചരിത്രമായി മാറിയിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഓൺലൈൻ വഴി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പടന്ന MRVHS വിദ്യാർത്ഥികൾ അതിന് നന്ദി പറയുകയാണ്. മൈതാനത്ത് ചേർന്ന് നിന്നുകൊണ്ട് അവർ ഹൃദയം തൊട്ട നന്ദി സംസ്ഥാന സർക്കാരിന് അറിയിക്കുകയാണ്. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗത്തോട് പോരടിക്കുന്ന കാസർഗോഡ് സ്വദേശി പടന്ന സ്വദേശി സിയ ഫാത്തിമ ഈ ജില്ലാതലത്തിൽ മത്സരത്തിൽ വിജയിച്ചിരുന്നു. അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിലാണ് പങ്കെടുത്തിരുന്നത്. പക്ഷേ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ക്വാറന്റൈനിലായ വിദ്യാർത്ഥിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഇതേ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതുകയായിരുന്നു. എന്റെ ശരീരം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു, അതിന് ശമനം മരണമായാൽ എന്ന് വരെ ഞാൻ ഉമ്മയോട് പറയും. എന്നാലും ഈ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച സിയ ഫാത്തിമ ഇങ്ങനെ തുടങ്ങുന്ന കത്താണ് എഴുതിയത്. മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചതോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുകയായിരുന്നു. കത്തിൽ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ അതിൽ ഇടപെട്ട് ചട്ടം ഭേദഗതി ചെയ്ത് സംസ്ഥാന കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കുട്ടി ഓൺലൈൻ വഴി മത്സരത്തിൽ പങ്കെടുത്തു. ഒരുപക്ഷെ തൃശൂരിൽ നടന്ന 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് ഈ മാനവികതയുടെ മഹത്തായ ഒരു കാഴ്ചയിൽ കൂടി തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്ക് വേദി 17 അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരം നടക്കുമ്പോൾ സിയ ഫാത്തിമയും കാസർഗോഡ് പടന്നയിൽ നിന്ന് ഓൺലൈനായി ക്വാറന്റൈനിൽ കഴിയുന്ന ആ വിദ്യാർത്ഥി ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഓൺലൈനായി ഈ സംവിധാനം ഒരുക്കി നൽകുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി സിയ ഫാത്തിമ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാണുന്നതിന് വേണ്ടി മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുമ്പോൾ അതിലൊരു വേദി കാസർഗോഡ് പടന്ന കൂടി ആയതിൽ സന്തോഷം, ഞങ്ങളുടെ വിദ്യാർത്ഥിയെ ഇങ്ങനെ പങ്കെടുപ്പിച്ചതിൽ സന്തോഷമെന്നാണ് പറയുന്നത്. കലയും മാനവികതയും എല്ലാം തന്നെ ചേർന്ന് നിന്ന ഒരു മനോഹരമായ നിമിഷമായിരുന്നു അത്. 64ാമത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല സിയ ഫാത്തിമ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെയും തൃശ്ശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെയും. ആ കുഞ്ഞിന് ഈ അസുഖങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് കലോത്സവ വേദിയിലേക്ക് കടന്നു വരാൻ അവസരമൊരുക്കിയ സംസ്ഥാന സർക്കാരിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതിനുവേണ്ടി തന്നെയാണ് ആ വലിയ ഇടപെടലിലാണ് ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് നന്ദി എന്ന് ആ മൈതാനത്ത് ഇങ്ങനെ കുറിക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ! മാനവികതയുടെ മഹത്തായ കാഴ്ചയ്ക്ക് ആ കുഞ്ഞുങ്ങൾ സംസ്ഥാന സർക്കാരിന് നന്ദി പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കലും മറക്കില്ല സിയ ഫാത്തിമയെയും സംസ്ഥാന സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഒന്നും ഈ കേരളം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കുഞ്ഞുങ്ങൾ എഴുതിയതുപോലെ നന്ദി എന്ന് മാത്രമാണ് നമുക്കതിലും പറയാനുള്ളത്.